ഒരു സോപ്പ് പൊടി പോലത്തെ ചെറിയ പാക്കറ്റ്. ചിലർ പറയുന്നുണ്ട് ശരി സാധാ വെള്ളത്തിൽ എന്തെങ്കിലും കേട്ടോ കുതിർത്തിയെടുക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയെന്ന് ഞാൻ ചെയ്തിട്ട് ശരിയാവണില്ല. അപ്പോൾ ഇനി ആരും എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചത്തേക്ക് എടുക്കുമ്പോഴത്തേൻ്റെ മടിയുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ബോട്ടിലാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. മിൽമയുടെ തന്നെയാണ്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞാൻ പുഴയിലൊക്കെ ഒന്ന് പോയി അലക്കാനുണ്ടായിരുന്നു. അലക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിയാട്ടോ പുഴയിൽ പോകുമ്പോൾ ഇടണത്. അപ്പോൾ അലക്കിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നനഞ്ഞിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി വണ്ടി കഴുകിയിട്ട് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ വണ്ടി വെള്ളം കണ്ടിട്ട് കുറേ നാളായോ, അതൊന്ന് കഴുകിക്കൂടെ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നൈറ്റ് വണ്ടി കഴുകാനുള്ളൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വണ്ടിയൊക്കെ പകൽ നമ്മൾ കഴുകണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. സമയമില്ലാന്ന് ഞാൻ പറയണില്ല, വൈകുന്നേരം വന്നാൽ സമയം ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് വണ്ടി കഴുകാൻ ഒരു മൂഡുണ്ടാവില്ല. പിന്നെ ഞായറാഴ്ചകളിലും തന്നെ എപ്പോഴും വിചാരിക്കും ഞായറാഴ്ച ഈ സൺഡേ വണ്ടി കഴുകണമെന്ന് മനസ്സിലോർത്തോ, പക്ഷെ അന്ന് നടക്കലില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുക്കളയിലെ പണികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞു, അലക്കലും കഴിഞ്ഞു. അപ്പോൾ ഇനി കുളിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ആ തോടിൻ്റെ അവിടേക്കാണ് കൊണ്ടുപോയാൽ ശരിക്ക് വണ്ടി കഴുകിയിട്ട് വരാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാകുമ്പോൾ പൈപ്പ് അടിച്ചിട്ട് അങ്ങനെ കഴുകണം. പിന്നെ കിച്ചുമോളെയും കൊണ്ടാട്ടോ ഞാൻ പോയത്. അപ്പോൾ കിച്ചുമോൾ ഇവിടെ ആ മുട്ടായില്ലേ ഇമ്മിലിയോ എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടല്ലോ, അത് തിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ശരിക്കും കഴുകുക കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വണ്ടി കഴുകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ വാഷിംഗ് പൗഡർ, ഒരു സോപ്പ് പൊടി പോലത്തെ ചെറിയ പാക്കറ്റ്. ചിലരൊക്കെ പറയുന്നുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ വണ്ടി കഴുകിയാൽ വണ്ടിയുടെ പെയിൻറ്റ് കാര്യങ്ങൾ പോകും, ഗ്ലൈസിങ് ക്രമേണ കുറഞ്ഞ് വരും എന്നൊക്കെ. അപ്പോൾ ശരിയാണെന്ന് അറിയില്ല കേട്ടോ. ചിലർ പറയുന്നുണ്ട് ശരി സാധാ വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ നല്ലതായിട്ട് ഉരച്ച് അങ്ങനെ കഴുകിയാൽ മതി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ആ പൗഡർ നമ്മൾ ആ പൊടി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയും പിന്നെ വണ്ടി കഴുകിയിട്ടുണ്ട്. അതല്ലാതെ വെറുതെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് അങ്ങനെയും കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിവനെ നല്ലപോലെ നനച്ചിടട്ടെ കേട്ടോ, കുതിർത്തിയെടുക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് അറിയിക്കണം കേട്ടോ. ഈ വണ്ടി ഇങ്ങനെ പൊക്കി നിർത്തുമല്ലോ, മറ്റേ ആ സ്റ്റാൻഡിൽ തട്ടിയിട്ട് പൊക്കി നിർത്തുമല്ലോ. പക്ഷേ അതെനിക്ക് വഹിക്കൂല കേട്ടോ. എങ്ങനെയെന്ന് ഞാൻ ചെയ്തിട്ട് ശരിയാവണില്ല. അപ്പോൾ അത് കാരണം പൊക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ശരിക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. എന്തായാലും ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇനി ആരും എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും ചോദിക്കില്ല എന്താ അത് വെള്ളം കാണലില്ലേ വണ്ടി കഴുകലില്ലേ എന്നുള്ളത് കേട്ടോ. ആ മഴയൊക്കെ ഉള്ള സമയത്ത് പിന്നെ മഴയത്ത് കൂടെയൊക്കെ ഓടിച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ അടിഭാഗത്തൊക്കെ ചെളി നല്ലോണം തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് സീറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ അകത്ത് എപ്പോഴും ഒരു തോർത്ത് എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നല്ലാതെ ഇങ്ങനെ കഴുകിയിട്ട് കുറേ നാളായി. പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ. നല്ല ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോഴത്തന്നെ മടിയുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എന്താ പറയുക വണ്ടീൻ്റെ ഒരു ആ ഗ്ലൈസിങ്ങൊക്കെ പോയിട്ട് വേറെ രൂപമായിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ വന്നിട്ടുള്ള കഴുകലൊന്നും ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അവിടെയുള്ള തോടാണ്, പുഴയെന്നുള്ള വെള്ളമാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ ഏതായാലും വണ്ടിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ കിച്ചുമോളിൻ്റെ അടുത്ത് എന്താ പറയുമോ അമ്മ ഇങ്ങനെയല്ല അമ്മ ആ സ്റ്റാൻഡിൽ തട്ടിയിട്ട് നിർത്തമ്മ, അങ്ങനെയാകുമ്പോൾ ശരിക്കും അതിൻ്റെ താഴെ ഭാഗമൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ അവൾ അച്ഛൻ്റെ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ടാണ് കഴുകൽ. അപ്പോൾ അവൾക്കറിയാം ഇങ്ങനെയൊക്കെയാണ് കഴുകേണ്ട കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത് അതേപോലെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് അറിയാം ഒരുപാട് സമയം വെള്ളമടിച്ച് അതിൻ്റെ താഴെ ഭാഗത്തേക്കൊന്നും വെള്ളമടിച്ചതാക്കണ്ട, പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടി ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഫൈനൽ ലാസ്റ്റ് നമുക്ക് കാണാം എങ്ങനെ ഉണ്ട് വണ്ടി എന്നുള്ളത്. അപ്പം അമ്മ ഇനി ഈ നമ്പർ മറക്കൂലേ, അല്ലെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് കോൾ വരൂലേ, അല്ലെങ്കിൽ നമുക്ക് കോള് വരികയാണെങ്കിൽ നമ്മളെ ആരാധകർ
കുഴപ്പമില്ല. മൂടായി കിടക്കേണ്ടതാണ്. എന്തോ അതിടെയാണ് ഈ വണ്ടി കഴുകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി കൈകളൊക്കെ കഴിഞ്ഞിട്ടോ. കിച്ചുമോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഏതായാലും അത്യാവശ്യം കുറച്ച് ഗ്ലൈസിങ്ങും കളറൊക്കെ വെച്ചു അല്ലേ വണ്ടി. കുറേ ചളിയൊക്കെ പോയല്ലോ അല്ലേ. പിന്നെ അതിന് പൊക്കി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അടിയിലുള്ള കുറച്ച് ചളി അങ്ങനെയൊന്നും ശരിക്കും ഇങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അത് എന്നാലും ഞാൻ കുറേയൊക്കെ വെള്ളം ഇങ്ങനെ പിന്നെ നന്നായിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് അടിച്ചിട്ടും കയ്യിലുള്ള തുണി വെച്ചിട്ടൊക്കെ തുടച്ചിട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നല്ല പുതിയ പോലെ ആയില്ലേ വണ്ടി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ വലിയ BMW ഒന്നും അല്ലല്ലോ. അതൊന്നും അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കുഞ്ഞു വണ്ടിയാണെങ്കിൽ നമുക്ക് വലുതാണല്ലോ അല്ലേ. ഓക്കെ, ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം അന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇത് പുതിയത് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കഴുകണം, പിന്നെ കുറച്ചങ്ങോട്ട് ആകുമ്പോൾ ഈ കഴുകലൊന്നും ഉണ്ടാവില്ല എന്ന്. അതും ശരിയാണ് കേട്ടോ. കുറേണ്ടായപ്പോൾ പിന്നെ പഴകിയല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായി. പക്ഷെ ഇത് നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു കഴുകണം, പക്ഷെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് പോകാമെന്നല്ലാതെ കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഈ എടുക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ഞാൻ പറഞ്ഞ ഒന്നിച്ച് അങ്ങനെ ചോറ് വെക്കലില്ല. റേഷനരി ആണല്ലോ പെട്ടെന്ന് വേവുന്നുള്ളതുകൊണ്ട് 2 സമയമായിട്ടാണ് ചോറ് വെക്കണത്. അപ്പോൾ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രെഡ് ഉണ്ടായിരുന്നു വാങ്ങിയതിരിക്കണേ. ഇപ്പോൾ മുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുട്ട കടയിൽ പോയിട്ട് വാങ്ങിട്ടോ. അപ്പം എന്നാൽ ബ്രെഡ് പൊരിക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് പിന്നെ പൊടിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യണം കേട്ടോ. ഒരു നുള്ളു മധുരം ബ്രെഡിൽ ഓൾറെഡി ഒരു പിന്നെന്താ പറയുക ലൈറ്റായിട്ടുള്ളൊരു മധുരം ഉണ്ടാവും. എന്നാലും ഒന്നുകൂടെ അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്കായും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡറാക്കിയെടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്പൂണ് വെച്ച് ചെയ്യണേക്കാളും നന്നായിട്ട് അങ്ങോട്ട് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് ബ്രെഡ് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ 4 മണി ചായക്കുള്ള കടി ഇതാണ് കേട്ടോ. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 5 മണിയായി. എന്തായാലും തത്തയ്ക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ അമ്മയും പോയിട്ടുണ്ട്. 2 എത്തണമെങ്കിൽ 6 മണിയാവുമല്ലോ. അപ്പോൾ അവർ വരാൻ സമയമാകുമ്പോഴത്തേക്കും മതി കേട്ടോ. അപ്പോൾ കിച്ചുമോളും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ബ്രെഡൊക്കെ ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നെയ്യിൻ്റെ വലിയ ബോട്ടിലൊന്നല്ല കേട്ടോ, കുഞ്ഞു ബോട്ടിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. മിൽമയുടെ തന്നെയാണ് കുഞ്ഞു ബോട്ടിലാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇങ്ങനെ മുട്ട എന്തൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റ് എടുക്കും. ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ബ്രെഡ് ഇങ്ങനെ എന്താ പറയുക ടച്ച് ചെയ്തിട്ടാണ് ഞാൻ എടുക്കണത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബ്രെഡ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനത് 3 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. 3 മുട്ട ഇതുപോലെ മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും നമുക്ക്. അതിൻ്റെ ആ ക്വാണ്ടിറ്റി ഉണ്ടാവും. മറ്റേ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താ പറയുക തിക്കായിട്ട് തന്നെ ഇരിക്കും, ഒരു ലൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബൗളിൽ മുക്കി എടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു ബ്രെഡിൽ നല്ലപോലെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കുറേശ്ശെ സ്പൂൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രെഡിലും നമുക്ക് എന്താ പറയുക തേക്കാനായിട്ടുണ്ടാവും കേട്ടോ ഈ മുട്ട. അപ്പം ഞാനിതൊന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ.
അങ്ങനെ ബ്രെഡെല്ലാം പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെയൊക്കെ ഞാൻ തുടച്ചു വിട്ടു. ഇനി കുറച്ച് റാഗി ഉണ്ട് വെള്ളത്തിലിട്ടിട്ട്, ചോളാണ്ടി. ഞാൻ ചോളാണ്ടി എന്ന് പറഞ്ഞ് മനസ്സിലാവാത്തതുകൊണ്ടാണ് റാഗി എന്നും കൂടെ പറഞ്ഞു കേട്ടോ. ഞങ്ങളിവിടെ ചോളാണ്ടി എന്ന് തന്നെ പറയണത്. അപ്പോൾ അത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുറച്ച് അരച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരിച്ചിട്ട് ഞാനിവിടെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ചോളാണ്ടി പാല് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണേ. അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, കപ്പയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുകയും ചെയ്തു, ഞാൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ കുടുംബശ്രീക്ക് പോയതായിരുന്നേ. അപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കലുണ്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല വിചാരിച്ച് അമ്മ കുട്ടികൾക്ക് 2 സാൻഡ്വിച്ചും കൊണ്ടുവന്നു. പിന്നെ കപ്പ വൈകുന്നേരം ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് കപ്പയും ചിക്കനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ചോളാണ്ടി അരച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി അതിൻ്റെ ആ വെള്ളം ഒന്നിങ്ങോട്ട് തെളിഞ്ഞ് വരുമ്പോൾ വെള്ളം കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്മ വന്നപ്പോൾ 2 വെജിറ്റബിൾ സാൻഡ്വിച്ച് കേട്ടോ. മക്കൾക്ക് മാത്രമേ ഇത് ഇഷ്ടമുള്ളൂ കേട്ടോ, വേറെ ആരും ഞാൻ അമ്മയുന്നത് തിന്നൂല. അപ്പോൾ അത് 2 കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാസറോളിലിരിക്കേണ്ട രാവിലത്തെ 2 ചപ്പാത്തീൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അരി ഇട്ടിട്ടില്ലെങ്കിൽ എന്നാൽ കപ്പ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അരിയൊക്കെ ഇട്ടിരുന്നു, വെന്തും ചെയ്തു. അത് ചോറ് ഊറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കപ്പേൻ്റെ ഒരു കിഴങ്ങ് എടുത്തിട്ട് ഞാൻ അരിഞ്ഞിട്ട് കുക്കറിൽ വിസിലടുപ്പിക്കല്ല, കുക്കറിൻ്റെ ആ പാത്രത്തിൽ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കുമ്പോൾ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വേവണ കപ്പയാണ് കേട്ടോ, നല്ല പൊടിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാം കൂടിയാണ് നോക്കണത്. കപ്പ അവിടെ ആയിക്കൊണ്ടിരിക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നുകൂടെ പോയി നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്ന് ഉടച്ച് വെക്കട്ടെ കേട്ടോ. എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ. അമ്മ കൊണ്ടുവന്ന് നേരം കപ്പയും ചിക്കനും കൂടെ കപ്പ ബിരിയാണി ഉണ്ടാക്കൂലേ, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ പിന്നെ ചോറ് വെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ വെക്കാതിരുന്നത് കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ഒരു കിഴങ്ങെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളേ. ഇനി ഈ കപ്പയൊന്നും അവിടെ ഉടച്ച് വെക്കട്ടെ കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ഉപ്പിട്ട് ഇങ്ങനെ ഉടച്ച് മാറ്റി വയ്ക്കാൻ കേട്ടോ. ഉടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, കാരണം നല്ല വെന്തിട്ടുള്ളൊരു കപ്പ. ഇനി ഇത് ഈ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് വയ്ക്കും കേട്ടോ. എനിക്ക് കപ്പ എന്തുണ്ടാക്കിയാലും അത് ആ പാത്രത്തിൽ നിന്ന് ഒഴിച്ച് വയ്ക്കണം. ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രം തന്നെ വെക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അപ്പം തന്നെ ആ പാത്രം മാറ്റിയിട്ട് അതാണ് കഴുകി വെച്ചെങ്കിൽ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഈ കപ്പ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തത്തൂസും വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നൈറ്റ് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ തത്ത 6 മണീൻ്റെ ബസ്സിന് അവളും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവരൊക്കെ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് റെഡി ആയാൽ മതിയല്ലോ. അപ്പോൾ കപ്പയായിട്ടുണ്ട്. പിന്നെ അവർക്ക് ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ വൈകുന്നേരത്തെ ഒന്നും ഉണ്ടാവില്ല. ചോറും രാവിലത്തെ ആ കറികൾ മാത്രമേ ഉണ്ടാവൂ. ഇന്നിപ്പോൾ ഞാൻ ആ ബ്രെഡ് പൊരിച്ചു. ഇപ്പോൾ അമ്മ വന്നപ്പോൾ കപ്പയും ചിക്കനും അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ മക്കൾക്ക് 2 സാൻഡ്വിച്ച്. അപ്പോൾ ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയണമൊന്നുമില്ല, ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. എന്നിട്ട് രാവിലെ എടുക്കാമല്ലോ വിചാരിക്കും. അപ്പോൾ ആ ചിക്കനിക്കുള്ള എല്ലാം റെഡിയാക്കി കേട്ടോ. ഞാൻ നോക്കുമ്പോൾ സവോള ഒറ്റൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താക്കി ബാക്കി ചെറിയ ഉള്ളിയും ചേർത്ത് അരിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ സാധാ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ സ്പെഷ്യലൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ വീഡിയോയിൽ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. സാധാ ഒരു നോർമൽ ചിക്കൻ കറി. ഏതായാലും ചോറ് വെന്തപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തീ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു അടുപ്പിൻ്റെ പ്രത്യേകത അത് ഉപയോഗിക്കുന്നവർക്കറിയാം. നമ്മൾ ഫസ്റ്റ് ഇതിൽ തീ പിടിപ്പിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ, കത്തി വരാനുള്ളൊരു ബുദ്ധിമുട്ട്. കത്തി പിടിച്ച് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു അടുപ്പിൽ അങ്ങനെ കുക്ക് ചെയ്യണത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ എന്തുണ്ടാക്കിയാലും പെട്ടെന്ന് അങ്ങനെ ഫാസ്റ്റാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മസാലയൊക്കെ റെഡിയായി. ഇനി ഞാൻ എല്ലാ ചിക്കനും എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഒരു ഫുൾ കോഴി അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കുറച്ചെടുത്തു. ബാക്കിയുള്ള കഴുകിയിട്ട് ഇനി ഒരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ അങ്ങനെ കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ളത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലത്തേക്ക് കടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു കറിയായിട്ടാണ് എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അമ്മ അതാ പുഴയിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചായ എടുത്തിട്ട് അവിടെ മേശപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ കിച്ചുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ പഠിക്കാനിരിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ ഫോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും
കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാൻ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.